ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 1 തൊളേതോലെ ഡേ 1 ക്രിസ്മസ് സെലിബ്രേഷന്റെ ഓരോ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് തൊളേതോലെ ഒരു തിയേറ്ററാണ്, തിയേറ്ററിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കടകളും എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കും. ഇതുപോലെ യേശുവിന്റെ പുൽക്കൂട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ തൊളേതോന്റെ പുൽക്കൂടാണ് കാണാൻ പോകുന്നത്. അതായത് നസ്രത്തില് കാലത്തൊഴുത്തിലാണ് നമ്മുടെ യേശു ക്രിസ്തു ജനിച്ചത്. പക്ഷെ ഇവിടെ പുൽക്കൂട് പണിയുമ്പോ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു കാലത്തൊഴുത്ത് ഉണ്ടാക്കിയിട്ട് അവിടെയാണ് പണിതേക്കുന്നത്. ഒരു നാട് മൊത്തം കാലത്തൊഴുത്താക്കി മാറ്റിയേക്കാണ്. നമുക്ക് ആ നാട് മൊത്തം നമുക്കൊന്ന് കാണാം. നല്ല അടിപൊളിയായിട്ട് അവര് ക്രിസ്മസിന്റെ പുൽക്കൂടൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇതെല്ലാം നഗരത്തിന്റെ പുറത്തുള്ള പുൽക്കൂട്ടിലാണ് ജനിച്ചത്. ക്രിസ്മസിന്റെ പന്നിക്കുഞ്ഞിനെ തോളത്തേറ്റി കൊണ്ടുപോകുന്നു. ചെമ്മരിയാടുകൾ കുറെ ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ചെമ്പരിയാടിന്റെ തൊഴുത്തുള്ളത്. അറിഞ്ഞിട്ടില്ല യേശു ക്രിസ്തു ജനിച്ചത്. നല്ല ഭംഗിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ കാണുന്ന തൊളേതോന്റെ ഓരോ ഭാഗങ്ങളാണ്. ഈ കൺസെപ്റ്റ് അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തൊളേതോ ഒരു കൺസെപ്റ്റ് ആക്കിയിട്ട് ഇത്രയും വലിയ തൊളേതോന്റെ ഗ്രാമത്തിന്റെ ഉള്ളിൽ ജനിക്കാതെ പുറത്ത് കാലിത്തൊഴുത്തിൽ ജനിച്ചു. സാധാരണ ജനങ്ങള് പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ മണ്ണ് കിട്ടാനും മണൽ കിട്ടാനും ഭയങ്കര പാടാണ്. ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഈ മണ്ണൊക്കെ കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെയാണ് രാജാവ് ഇരിക്കുന്നത്. രാജാവിന്റെ പരിവാരങ്ങൾ എല്ലാം കൂടി ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒട്ടകമുണ്ട്. പണ്ട് തൊളേതോ ഇങ്ങനെ ആയിരുന്നു എന്നാണ് ഇവർ കാണിക്കുന്നത്. സാധാരണ ജനങ്ങള് രാജാവിന് കാണിക്കയൊക്കെ കൊണ്ടുവന്നു. അത് ഭിക്ഷക്കാരൻ. പിന്നെ ഒട്ടകം, അവിടെ ഇരിക്കുന്നത് രാജാവ്, ആട്ടിടയന്മാര്. തൊളേതോല് നമ്മൾ കാണുന്ന പോർത്തുഗീസാഗരയുടെ വലിയ ഒരു റൗണ്ട് കവാടം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചുറ്റി ഈ കൺസെപ്റ്റ് രസമുണ്ടല്ലേ. ഇത് പക്ഷെ എന്തായാലും ഈ തെർമോകോൾ തന്നെയാണോ? കുറച്ച് കടകളൊക്കെ ഉണ്ട്. സ്റ്റേജിലെ പാട്ട് പരിപാടി തീർന്നു. അവിടുത്തെ എന്തൊക്കെയോ അങ്ങനെ നീളത്തിലുണ്ടോ? അതാ റിഫ്ലക്ഷൻ ആണോ കാണുന്നത്? അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇവിടെ അടുത്ത് തന്നെ കുറെ കടകളൊക്കെ കാണാൻ സാധിക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ എന്റെ പുറകിൽ കാണുന്ന ഒരു ചുമന്ന കളറിലുള്ളത് ഒന്നും ഒട്ടിച്ചേക്കുന്നതല്ല, ചുമന്ന ലൈറ്റാണ്. പക്ഷെ എന്തോ ഒരു സംഭവം ഒട്ടിച്ചൊരു പ്രതീതിയില്ലേ ഗൈസ്. രണ്ട് വശത്ത് കടകളുണ്ട്. ഞങ്ങള് ഇതെല്ലാം മസപ്പാന്, തൊളേതോന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ മസപ്പാൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളിത് തൊളേതോന്നല്ല, ഞങ്ങൾ മാൻഡ്രിഡിലേക്ക് പോകാൻ ഇരുന്നതാ. പക്ഷെ എന്ത് ദൈവം വിധിച്ചേക്കണത് വേറെയാണെന്ന് തോന്നുന്നു അല്ലേ. തൊളേതോലെ തിയേറ്ററിന്റെ ഉള്ളിൽ നടത്തിയ ഒരു പരിപാടിയാണ്. നമ്മൾ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി, അല്ലെങ്കിൽ ഇവിടുത്തെ ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കാണായിരുന്നു. കുറെ കന്യാസ്ത്രീമാര് കൂടിയിട്ട് ഇവിടെ മസപ്പാൻസും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ആ വിൽക്കുന്ന കടകളാണ് ഈ തിയേറ്ററിന്റെ ചുറ്റും കാണുന്നത്. എന്തായാലും സംഭവം കളർഫുള്ളായി. ഇനി നമുക്ക് അടുത്ത പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. ഇതാണ് നമ്മളുടെ ബെലേൻ എസ്ട്രേച്ച് പള്ളി. നമ്മൾ പുൽക്കൂടിന്റെ ഉള്ളിലോട്ട് എത്തി. ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഈ പള്ളിയുടെ പേര് തന്നെ എസ്ട്രേജ് പള്ളി എന്നാണ്. അതായത് നക്ഷത്രം കൊണ്ടുള്ള പള്ളി. എല്ലാ വർഷങ്ങളും എവിടെയും പുൽക്കൂട് ഉണ്ടാക്കിയില്ലെങ്കിലും ഈ ഒരു പള്ളിയിൽ വന്നാൽ നമുക്ക് പുൽക്കൂട് കാണാൻ പറ്റും. ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഇവർ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ഇത് കന്യാസ്ത്രീമാരൊന്നും അല്ല കേട്ടോ, അച്ഛന്മാര് ചേർന്നിട്ടാണ് ഈ പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു ഹ്യൂജ് കൺസെപ്റ്റിലുള്ള പുൽക്കൂട്. ഡിസംബർ ആകുമ്പോഴേക്കും വർഷാവർഷം ഒരുപാട് ആളുകളാണ് എസ്ട്രേജ് പള്ളിയുടെ പുൽക്കൂട് കാണാനായിട്ട് വരുന്നത്. തൊളേതോല് പുൽക്കൂട് മത്സരം നടന്നു കഴിഞ്ഞാൽ അത് കിട്ടുന്നത് എസ്ട്രേജ് പള്ളിക്ക് തന്നെയാണ്. അതിലൊരു സംശയവും ഇല്ല. സ്പെയിനിലുടനീളം ഒരുപാട് പള്ളികളിൽ പുൽക്കൂടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രവേശന ഫീസ് ഒന്നും ഇവർ ഈടാക്കുന്നില്ല. നമുക്ക് ചുമ്മാ പോയി കാണാം. എസ്ട്രേജ് പള്ളിയിലെ ഓരോ വർഷത്തെയും പുൽക്കൂട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രാവശ്യം കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പാടുപെട്ടിട്ടുണ്ടെന്ന് ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതൊരു പള്ളിയുടെ ഉള്ളാണ്. ഈ ഒരു പള്ളിയുടെ ഉള്ളു മൊത്തം പുൽക്കൂട് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പള്ളിയുടെ സെന്ററിലായിട്ട് ഒരു സ്റ്റേജ് പോലെ കെട്ടിയിട്ടാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ പുൽക്കൂടൊക്കെ കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പോർത്തുഗീസാഗ്രയില് വലിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്.
ആ ലൈറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. സീരിയസ് സെറ്റ് ഒക്കെ വെച്ചിട്ട് മാതാവിനെ, യേശുവിനെ, ഔസേപിതാവിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് തൊളയതോടെ കവാടമാണ്. കവാടത്തിൽ തറ 4 നക്ഷത്രങ്ങളും ഒരു മഴവില്ലും. കടക്കണമെങ്കിൽ ഈ ഒരൊറ്റ വഴിയുള്ളൂ, പിന്നെ നമ്മള് പുഴ നീന്തി കിടക്കണം. അതെ. ഹലോ ഗൈസ്, നമ്മള് ഡിസംബർ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കീയിങ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. വേനൽക്കാലത്താണെങ്കിൽ സ്കേറ്റിംഗ് ആയിരിക്കും, ഇപ്പൊ സ്കീയിങ് ആണ്. അപ്പൊ നമുക്കിങ്ങനെ ഓരോരുത്തരുടെ സ്കീയിങ് നമുക്ക് കാണാം. ഡിസംബർ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കൂടാരം കെട്ടിയിട്ട് കൂടാര മഞ്ഞിൽ കൂടിയാണ് ഈ സ്കീയിങ് നടത്തുന്നത്. ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള ഒരു പരിപാടി. തൊളയത ഒരു കുഞ്ഞു ഗ്രാമമായതിന്റെ പേരിൽ എല്ലാ സ്ഥലങ്ങളിലും പല പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതാണ് വേറൊരു സത്യം. ഞങ്ങള് ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഒരു ദിവസം കൊണ്ട് നടന്ന് രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കരമായിട്ട് തണുത്ത് കുറച്ച് യാതൊരു രക്ഷയില്ല. പക്ഷെ ഈ തണുപ്പിന്റെ ഇടയിൽ കൂൾ ഡ്രിങ്ക്സ് കഴിക്കാൻ ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയത് ഇവിടെ ഫീസ്റ്റ് നടക്കുന്ന ഒരു പാർക്കിലാണ്. ഡിസംബർ 1 തുടങ്ങി 31 വരെ ഇവിടെ ഫീസ്റ്റ് ആണ്. ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മാസം. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ വയസ്സായവർ വരെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ഈ ഒരു പാർക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. യന്ത്ര ഊഞ്ഞാല്, കങ്കാരു ജമ്പ്, ഹൈഡ് ആൻഡ് സീക്ക്. ഇനി ഫുഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കഫേസും ഫിസേരിയാസും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. എല്ലാ വർഷവും ഈ ഒരു ഫീസ്റ്റ് ഇവര് നടത്താറുണ്ട്. പക്ഷേ ഈ വർഷം കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടി സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൂട്ടിച്ചേർത്തു. എന്തായാലും കാണാനായിട്ട് അതിഗംഭീരമായിട്ടുണ്ട്. ഇത്രയും നല്ല പരിപാടികളൊക്കെ തൊളയതോരം നടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം. ഇവിടുത്തെ പൊളിറ്റിക്കൽ നേതാക്കന്മാര് നല്ലതായതിന്റെ പേരിലാണ്. ഒരു സെലിബ്രേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗുണനിലവാരം മനസ്സിലാകുന്നത്. അവരാണ് ഈ സെലിബ്രേഷന് ചുക്കാൻ പിടിക്കുന്നത്. എന്തായാലും ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്റർടൈൻമെന്റിന്, സെലിബ്രേഷൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആള് തന്നെയാണ്. അതെന്തായാലും തൊളയതോന്റെ മൊത്തത്തിലുള്ള ആഘോഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫീസ്റ്റിന്റെ എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്തു. ഇതൊരു ചെറിയ ഹട്ടാണ്, ഒരു കോസി ഹട്ട്. അത്യാവശ്യം ഈ മാസത്തിൽ നല്ല തണുപ്പുണ്ടെങ്കിലും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഇത്രയും സാധനങ്ങൾ കണ്ട് നമ്മൾ നടക്കുമ്പോഴേക്കും ഒരു എക്സസൈസും ആയി. തണുപ്പ് എന്തോരം ഉണ്ടെന്ന് അറിയാനും പറ്റില്ല. സ്പെയിനിലെ ഓരോ പ്രൊവിൻസുകളിലും ക്രിസ്മസിന്റെ ആഘോഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. സിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രാമങ്ങളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ഞാൻ ജിറോണ, ബാഴ്സലോണ, മാൻഡ്രിഡ്, പലാമോസ്, പാൽമ എന്നീ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഫലമായിട്ട് പോയതാണ്. പക്ഷേ ഗ്രാമങ്ങളിലെ ക്രിസ്മസ് ആഘോഷം അത് വ്യത്യസ്തമാണ് കേട്ടോ. കുറച്ചുകൂടി ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നത് ഗ്രാമങ്ങളിൽ തന്നെയാണ്. സ്പെയിനിലെ ജനങ്ങൾ ക്രിസ്മസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ന്യൂ ഇയറിനാണ്. കാരണം ന്യൂ ഇയറിന് ഒരു ലോട്ടറി ഉണ്ട്. ആ ലോട്ടറി എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ കോടികളാണ് കിട്ടുന്നത്. ആ ലോട്ടറിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 31-നാണ്. അതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്ന ഒന്നാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അങ്ങനെ 2025-ലെ ഒരു ക്രിസ്മസ് കൂടി നമ്മളെ വിട്ടു പോവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പുതുവത്സരം അടിപൊളിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.